ശ്രീ വി ആർ അനൂപ് കൂടി നമ്മളോടൊപ്പം ചർച്ചയിലുണ്ട്. ശ്രീ വി ആർ അനൂപ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്, നമ്മൾ ഈ വിഷയവുമല്ല ചർച്ച ചെയ്യേണ്ടിയിരുന്നത്, വി ഡി സതീശന്റെ പുനർജനിയുമായി ബന്ധപ്പെട്ട് ഇന്നെടുത്ത രാഷ്ട്രീയ തീരുമാനത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ പ്രസ്താവനയും അതിനെ തുടർന്നുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളുമാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. മറ്റൊരു കോൺഗ്രസ് പ്രതിനിധിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. PMC വിഷയവുമായി ബന്ധപ്പെട്ട നിലപാടായതുകൊണ്ട് ആ പ്രതിനിധി പങ്കെടുക്കുന്നില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് വി ആർ അനൂപ് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തത്. കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടുന്ന കാര്യവുമാണ്. പക്ഷേ ശ്രീ വി ആർ അനൂപ്, ഈ എന്തു പറഞ്ഞു ന്യായീകരിക്കുമെന്നുള്ളതാണ്. വാർത്താസമ്മേളനം വിളിച്ചിരിക്കുന്നു, പക്ഷേ സ്വാഭാവികമായി ഉണ്ടാകുന്ന കുറേ വിമർശനങ്ങളുണ്ടല്ലോ. വേണ്ട, ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ തന്നെ, കോൺഗ്രസ് തന്നെ എടുത്ത നിലപാടുകളുണ്ടല്ലോ, അതിനെ എങ്ങനെ ന്യായീകരിക്കും? അത് ഞാൻ ആദ്യമേ പറയട്ടെ. ഞാൻ 7:30 മുതൽ മറ്റൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് മുൻകൂട്ടി ഏറ്റിരുന്നതാണ്. അതിന്റെ ഇടയിൽ നിങ്ങളുടെ പ്രതിനിധി വിളിച്ചപ്പോൾ ഇതിനു വേണ്ടി വന്നതാണ്. അപ്പൊ ചർച്ചയുടെ ഇടയിൽ ഈ വിഷയം കാരണം ഇറങ്ങിപ്പോയി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് 7:30 മുതൽ ചർച്ചയുള്ളതുകൊണ്ട് തീർച്ചയായും മുൻകൂട്ടി കമ്മിറ്റ് ചെയ്ത ചർച്ചയായതുകൊണ്ട് അവിടേക്ക് പോകേണ്ടതുണ്ട്. പിന്നെ ഈ വിഷയം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പിണറായി ഭരണകാലത്ത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നിരന്തരം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ചയിലെടുത്തൊരു പൊതു സമീപനമുണ്ട്. PMC എന്ന് പറയുന്നത് ഒരു സംഘപരിവാർ പ്രൊജക്ട് ആണ്. അത് കേരളത്തിനകത്ത് നടപ്പിലാക്കപ്പെടരുത് എന്ന് രാഷ്ട്രീയമായി കോൺഗ്രസ് ഒരു കക്ഷി എന്നുള്ള നിലയിലും UDF ഉന്നയിച്ച ഒന്നാണ്. ആ രാഷ്ട്രീയത്തെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. പക്ഷെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു അഡ്മിനിസ്ട്രേറ്റീവായ ഡിസിഷനാണ്. അത് ബന്ധപ്പെട്ട ആളുകൾ അത് വിശദീകരിച്ചു. ഈ പറയുന്ന MOU ഒപ്പിട്ടൽ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റാത്ത അതിന്റെ സാങ്കേതികത്വം അതാത് ബന്ധപ്പെട്ട ആളുകളാണ് വിശദീകരിച്ചത്. അവർ ഇനിയും അത് വിശദീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമാണ്. ഞാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഞങ്ങൾ ഇന്നലകളിൽ ഉന്നയിച്ച രാഷ്ട്രീയമായ ഉള്ളടക്കത്തെ നിരാകരിക്കേണ്ട, നിഷേധിക്കേണ്ട, തള്ളിപ്പറയേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. ഞങ്ങൾ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുത്തിട്ടില്ല. പക്ഷേ ഈ ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനം എടുക്കുന്നത് ഗവൺമെന്റ് ആണ്. അതിന് അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ ന്യായീകരണം ഉണ്ടായിരിക്കും. പക്ഷേ അഡ്വക്കേറ്റ് വി ആർ അനൂപ്, അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഭരണപരമായ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. തീരുമാനമുണ്ടായിരിക്കുന്നത് UDF യോഗത്തിലാണ്. അത് രാഷ്ട്രീയ തീരുമാനമാണ്. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് മുൻകാലങ്ങളിൽ ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ വിമർശനങ്ങളെ ഞങ്ങൾ റദ്ദ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. മാധു അടക്കമുള്ള ആളുകൾ നയിച്ച ചർച്ചയിൽ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രതിനിധികൾ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊരു സംഘപരിവാർ പ്രൊജക്ട് ആണ്, ഇത് നടപ്പിലാക്കപ്പെടരുത്, പിണറായി വിജയൻ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കപ്പെടാനുള്ള നീക്കം എന്ന് പറയുന്നത് ഒരു സംഘപരിവാറിന്റെ കീഴടങ്ങലാണെന്ന് പറഞ്ഞ ആളുകളാണ്. ഒപ്പുവെച്ചതിന് ശേഷവും നിങ്ങളുടെ നിലപാട് അത് തന്നെയായിരുന്നു. ഒപ്പുവെച്ചതിന് ശേഷവും അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള നിലപാട് തന്നെയാണ് നിങ്ങൾ അടക്കമുള്ളവർ പറഞ്ഞത്. അപ്പോൾ അതിലൊരു സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിന്റെ പേരിൽ തന്നെയായിരിക്കുമല്ലോ. പിന്നെ എന്തിനാണ് ഈ ധൃതി പിടിച്ചുള്ള തീരുമാനം എന്നാണ് നിങ്ങൾ മനസ്സിലാകുന്നത്? ഇപ്പോൾ അതൊരു ഉപസമിതിക്ക് വിട്ടു എന്ന് നമുക്ക് ആദ്യം മനസ്സിലായി. അത് വിശദീകരിക്കപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം തീർത്തും ഭരണപരമാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഭരണപരമായ കാര്യമെന്ന് അത് വിശദീകരിക്കപ്പെടും. ഭരണപരമായി അത് ഒപ്പിടാൻ കഴിയാത്ത ഒരു നിസ്സഹായ സാഹചര്യം ഉണ്ട് എന്നാണ് അതിനെ അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് പറയുന്ന. എനിക്ക് അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നതിൽ വലിയ മനസ്താപവും മനസാക്ഷിക്കുത്തുമുണ്ട് യഥാർത്ഥത്തിൽ. പക്ഷെ അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഭരണപരമാണ് എങ്കിൽ അതിൽ ഉപസമിതി റിപ്പോർട്ട് വരണം. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, അങ്ങേക്കും അറിയാവുന്നതാണ്. ഭരണപരമായി ഇപ്പോൾ ഏറ്റവും അവസാനം എടുത്ത തീരുമാനം ഉപസമിതി രൂപീകരിച്ചിരിക്കുന്നു, അവരുടെ തീരുമാനം വരട്ടെ എന്നുള്ളതാണ്. ഉപസമിതി തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് കേരളത്തിന് മുഖ്യമന്ത്രി അടക്കം പറയുകയും ചെയ്തത്. ഉപസമിതി റിപ്പോർട്ട് വന്നിട്ടില്ല സാർ. പിന്നീട് തീരുമാനമെടുക്കുന്നതും ഈ പറയുന്ന ഏതെങ്കിലും സർക്കാർ ഉത്തരവിന്റെ ഭാഗമായിട്ടല്ല, UDF ചേർന്നാണ്. അതിനെ ഭരണപരമായ പ്രതിസന്ധിയെന്നോ ഭരണപരമായ ആവശ്യകതയെന്നോ ഭരണപരമായ അനിവാര്യതയെന്നോ പറയാൻ കഴിയില്ല. അത് രാഷ്ട്രീയ തീരുമാനമാണ്, അത് നയപരമായ തീരുമാനമാണ്. അതെടുത്തിരിക്കുന്നത് UDF-ലാണ്. തീർച്ചയായും ഇതിന്റെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വിശദീകരിക്കാൻ കഴിയുക അതിന്റെ രാഷ്ട്രീയമാണ്. ഭരണപരമായ കാര്യങ്ങൾ തീർച്ചയായും അത് വിശദീകരിക്കേണ്ടത് വിശദീകരിച്ചിട്ടുള്ളത് കൃത്യമായി ഭരണ നേതൃത്വമാണ്. ആ അർത്ഥത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. Debate with Madhu Saji.